നമസ്കാരം. നേഷൻ ബസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ മനോജാണ്. നമസ്കാരം സർ. നമസ്കാരം. ഈ അടുത്തിടയിലായിട്ട് കുറച്ച് ചർച്ചാ വിഷയമായിട്ട് കാര്യമായിരുന്നു കന്യാസ്ത്രീയുടെ കേസ്. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയെ ആകർഷിച്ച കേസ് എന്ന് പറയുന്നത് ഫാദർ ഫ്രാങ്കോവുമായി ബന്ധപ്പെട്ട കേസായിരുന്നു. ഇപ്പോൾ ഇന്ന് പുറത്തുവന്നൊരു കേസാണ് കന്യാസ്ത്രീക്ക് നേരെ ഉണ്ടായ ആക്രമണത്തെ പറ്റിയിട്ട്. അപ്പോൾ കന്യാസ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ അവർ തുറന്നു പറയുന്ന സമയത്ത് അവരെ ഒറ്റപ്പെടുത്തുന്നു. സഭയിൽ നിന്നും ഒരു സപ്പോർട്ട് പോലും കിട്ടുന്നില്ല. അതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ പലപ്പോഴും സമൂഹത്തിലേക്ക് അറിയപ്പെടാത്തത്? ഇതിനകത്ത് ഒത്തിരിയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു കേസ് നമുക്കിങ്ങനെ പുറത്ത് ഇങ്ങനെ പബ്ലിക് ആകുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും. പക്ഷേ ഇതിനകത്ത് നടക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ ഒട്ടേറെ അത് വിസ്തൃതമായ ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ഇതിനെ മറ്റൊരു ആംഗിളിൽ ആദ്യം അവതരിപ്പിക്കാം. അങ്ങനെ മറ്റൊരു ആംഗിൾ അവതരിപ്പിക്കാൻ കാരണം സാധാരണ ജനങ്ങൾക്ക് ഈ സഭ എന്ന് പറയുമ്പോൾ ഒരു ഹോളി ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്, അത് ദൈവത്തിന്റെ ഒരു പവിത്രമായ സ്ഥലമാണ്, അവിടെ ഇങ്ങനെയൊന്നും നടക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു തോട്ട് പ്രോസസ് ഉണ്ട്. അത് ശരിയല്ല. ഏതൊരു സഭയും ഇന്ന് നിലനിൽക്കുന്ന ഏതൊരു നാമധേയ സഭയും നിലനിൽക്കുന്നത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആയിട്ടാണ്. ആ സഭ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു ബിസിനസ് രജിസ്ട്രേഷൻ വെച്ചിട്ടാണ് അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതൊരു ഓഫീസ് പോലെയും ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെയും സഭ എന്ന് പറയുന്നതും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ്. അതിനകത്ത് ഒരു ദൈവികമായിട്ടുള്ള ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യവുമില്ല. ദിസ് ഇസ് നമ്പർ 1. ഇനി ഞാൻ ഇതിനൊന്ന് മറ്റൊരു രീതിയിൽ കണക്ട് ചെയ്യട്ടെ. ഇപ്പോ അബാക് മീഡിയ എന്ന് പറയുന്നത് ഒരു ബിസിനസ് സ്ഥാപനമാണ്. നിങ്ങൾ ചെയ്യുന്നത് ഒരു സ്പിരിച്വൽ ആംഗിളിൽ നിന്നുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അബാക് മീഡിയ എന്ന് പറയുന്നത് ഒരു ബിസിനസ് സംരംഭമാണ്. സോ അവിടെ ഇപ്പൊ നിങ്ങൾ ഒരു ലേഡി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആസ് എ വിമൺ, നിങ്ങൾക്ക് അവിടെ നിന്ന് മാനസികമായിട്ടോ ശാരീരികമായിട്ടോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നേരിട്ട് കഴിഞ്ഞാൽ അത് ആ സമയത്ത് തന്നെ പ്രതികരിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. റൈറ്റ്. അതുപോലെ തന്നെ ഇപ്പോൾ അബാക് മീഡിയ എന്ന് പറയുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിനകത്ത് ഇന്റർവ്യൂവിനായിട്ടും മറ്റുള്ള കാര്യങ്ങൾക്കുമായിട്ടും ഒത്തിരി പുറത്തുള്ള മെയിലായിട്ടുള്ള ഫീമെയിൽ ആയിട്ടുള്ള ആൾക്കാർ വരും. സോ അങ്ങനെയുള്ള ആൾക്കാർക്കും അവിടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് സംഭവിക്കുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ അവർ പ്രതികരിക്കണം. വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു പ്രതികരണം ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വേറെ ഗൂഢാലോചനകൾ അല്ലെങ്കിൽ വേറെ മോട്ടം ഉണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും. സോ ഇങ്ങനെ അടുത്ത കാലത്ത് ഏറ്റവും അധികം ശ്രദ്ധ ആകർഷിച്ച ഒരു വസ്തുവാണ് സാർ ഇപ്പൊ പറഞ്ഞത്. മറ്റൊന്നുമല്ല, വർഷങ്ങൾക്ക് ശേഷം പറയുന്ന പരാതികളൊന്നും ഞങ്ങൾ സ്വീകരിക്കില്ല, അല്ലെങ്കിൽ അതിനൊരു ഒരു സത്യസന്ധത ഇല്ല എന്ന് മെൻസ് അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ ചില കേസുകളുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതേ രീതി തന്നെയാണോ ഈ ഫാദർ മനോജും പറയുന്നത്? ഞാൻ വേറെ 1-2 കാര്യം പറയാം. എനിക്ക് വളരെ പേഴ്സണലി അറിയാവുന്നുള്ള ഈ കന്യാസ്ത്രീ മഠത്തിനകത്ത് പഠിക്കാൻ പോയിട്ടുള്ള കന്യാസ്ത്രീകളുമാരുണ്ട്. അവര് അവിടെ നിന്ന് അനുഭവിച്ച ശാരീരികമായിട്ടോ മാനസികമായിട്ടോ അവർക്ക് അവിടെ നിന്നുണ്ടായ ചില ബുദ്ധിമുട്ടുകൾ കണ്ടിട്ട് ഇനി അവിടെ തുടരുന്നത് എൻ്റെ മോറൽ സൈഡിന് അല്ലെങ്കിൽ എൻ്റെ യുക്തിക്ക് അല്ലെങ്കിൽ എൻ്റെ ഡിവൈനിറ്റിക്ക് ചേർന്നതല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവര് ആ മഠത്തിനകത്ത് നിന്ന് തന്നെ പുറത്തേക്ക് വന്ന എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇത് ഈ അച്ഛന്മാരുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല ഇത്തരത്തിലുള്ള സമീപനം ഉണ്ടാകുന്നത്. ഒരു 17 വയസ്സോ 18 വയസ്സോ അവിടെ മഠത്തിൽ ചേരുന്ന ഒരു പെൺകുട്ടിക്ക് അവിടെ താമസിക്കുന്ന പ്രായം കൂടിയ സിസ്റ്റേഴ്സുമാരിൽ നിന്നും ലൈംഗിക പീഡനം അനുഭവിക്കുന്ന ആൾക്കാർ എനിക്കറിയാം. അങ്ങനെ പുറത്തു വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. സോ ഇത് ആ സമയത്ത് തന്നെ പ്രതികരിച്ച് പുറത്തേക്ക് വരുമ്പോഴാണ് ഇവരുടെ മോറൽ സൈഡ് നല്ലതാണ്, ഇവർ പ്രതികരിച്ചു, ഇവർക്ക് മറ്റുള്ള അജണ്ടയൊന്നും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. പക്ഷെ ഇതെല്ലാം ഉള്ളിൽ ഒതുക്കുകയോ സഹിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലകത്ത് ഇതിനെ ഇങ്ങനെ പ്രൊലോങ് ചെയ്ത് കൊണ്ടുപോവുകയോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരിക്കലും ജെന്യുവിനിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. സോ ആസ് എ പേഴ്സൺ, ആസ് എ വുമൺ, നിങ്ങളുടെ അഭിപ്രായം എന്താ ഇക്കാര്യത്തെ കുറിച്ച്? ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആസ് എ വുമൺ ലൈംഗികതയെ പറ്റിയിട്ട് കൃത്യമായിട്ടൊരു ധാരണ ഇല്ലായ്മയാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പലപ്പോഴും മറയ്ക്കപ്പെടുന്നതും? അല്ലെങ്കിൽ ഇപ്പോ ഈ പറഞ്ഞ ചങ്ങനാശ്ശേരിയിൽ റിപ്പോർട്ട് ചെയ്ത കേസാണെങ്കിൽ ആശുപത്രി ജീവനക്കാരനായിരുന്നു അവരെ കടന്നു പിടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഫാദർ ഫ്രാങ്കോ അല്ലെങ്കിൽ അധികമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ ആണെങ്കിൽ അതൊക്കെ സഭയ്ക്കകത്തായിരുന്നു നടന്നത്. അത് അകത്ത് നടന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പലപ്പോഴും പുറത്തേക്ക് വരാൻ ലേറ്റ് ആവുന്നതും. ഇതൊരു പബ്ലിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നടന്നുകൊണ്ടായിരിക്കാം ഇത്രയധികം റിപ്പോർട്ട് ചെയ്തതും അല്ലെങ്കിൽ അറിഞ്ഞതും പെട്ടെന്ന് തന്നെ ഈ പറയുന്ന ഒരു അധിക സമയം എടുക്കാതെ അറിഞ്ഞത്.
അപ്പോ ഇതിന്റെ കൾപ്രിറ്റ് ആയത് ഒരു കന്യാസ്ത്രീ ആണെന്നോ, അല്ലെങ്കിൽ ഇത് നടന്നത് ഒരു ക്രിസ്ത്യൻ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു ഡിവൈൻ സെന്ററിലാണോ എന്നുള്ള ആ പരിഗണന ഇതിനകത്ത് വരേണ്ട. അത് വന്നു കഴിയുമ്പോഴത്തേക്കാണ് ഇത് മറ്റൊരു രീതിയിൽ എസ്കലേറ്റ് ആകുന്നത്. സോ കന്യാസ്ത്രീ എന്ന് പറയുന്നത് സാധാരണപ്പെട്ട ഒരു സ്ത്രീയായിട്ട് കൺസിഡർ ചെയ്യുക. ഒരു ചർച്ചിന്റെ ഓർഗനൈസേഷൻ ആണെങ്കിൽ പോലും അതിനെ ഒരു ഓർഗനൈസേഷൻ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. അപ്പൊ ഏതൊരു വ്യക്തിക്കും നേരിടുന്നത് പോലെയുള്ള ഒരു പ്രശ്നമായിട്ട് തന്നെ ഇതിനെ കണ്ടാൽ മതി. ഇതിന് മറ്റൊരു തരത്തിലുള്ള നമ്മളൊരു കിരീടം വെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു സെന്ററിൽ നടന്നൊരു പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ ഒരു പ്രത്യേകത ഇതിന് കൊണ്ടുവരേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഈ ലൈംഗികതയെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഈ സഭകൾക്കകത്ത് കന്യാസ്ത്രീകൾക്ക് അല്ലെങ്കിൽ കന്യാസ്ത്രീകളായി പുതിയതായി വരുന്ന കുറേയധികം കാര്യങ്ങൾ നിങ്ങൾ അല്ലെങ്കിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതിനകത്തിൽ ഈ ലൈംഗികതയെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമുക്ക് പൊതുവെ കുട്ടികൾക്കുൾപ്പെടെ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അതേ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടെ അത് കൃത്യമായി കൊടുക്കാത്തതിന്റെ പ്രശ്നമാണോ ഇത്? ഈ ഒരു കന്യാസ്ത്രീ ആകാൻ വരുന്നവർക്ക് ലൈംഗികതയെ കുറിച്ച് പ്രത്യേകിച്ച് ട്രെയിനിങ്ങോ പ്രത്യേകിച്ച് ക്ലാസ്സുകളോ ഒന്നും കൊടുക്കുന്നില്ല. അത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് സഭയുടെ ഒരു വിലയിരുത്തൽ. കാരണം അവിടെ വരുന്നത് എന്താ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അകത്ത് ഒരു ദൈവിക പദവിക്കകത്ത് ഒന്ന് ജോയിൻ ചെയ്യുക എന്നുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിനകത്ത് പ്രതിപാദിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് സഭയുടെ ഒരു നിലപാട്. പക്ഷേ ഏതൊരു പെൺകുട്ടിക്കും അറിയാവുന്നുള്ളത് പോലെ ലൈംഗികതയുടെ ബേസിക് ആയിട്ടുള്ള ബാലപാഠങ്ങൾ, ഒരാൾ നോക്കുന്നത് ഏതർത്ഥത്തിനകത്താണ്, ഒരാൾ തൊടുന്നത് ഏതർത്ഥത്തിലാണ് എന്നുള്ളത് ഏത് പെൺകുട്ടിക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ചില മെസ്സേജുകൾ അയച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചില സ്പർശനങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ഇന്റൻഷനോട് കൂടെയാണെന്നുള്ളത് അത് ആർക്കും അറിയാം. അപ്പൊ ആ രീതിയിൽ അതിനെ പ്രതികരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനകത്തുള്ള കാര്യം. അതിനെ സപ്രസ് ചെയ്ത് വെക്കുമ്പോൾ അല്ലെങ്കിൽ അത് അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എന്ത് പറ്റും, അത് അറിഞ്ഞു കഴിഞ്ഞാൽ സഭയ്ക്ക് എന്ത് പറ്റും, അങ്ങനെ ഒരു രീതിയിലുള്ള പ്രതികരണമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ വളം വെച്ച് കൊടുക്കുക എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിനെ പ്രതികരിച്ച് പുറത്തേക്ക് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. പക്ഷേ പ്രതികരിക്കുന്ന സമയത്ത് അവർ നേരിടേണ്ടി വരുന്നത് കടുത്ത അവഗണനകളാണ്. ഇതിപ്പോ ഒരു പൊതുസമൂഹത്തിലേക്ക് തന്നെ ഒരു സ്ത്രീ തനിക്ക് ഏറ്റ അതിക്രമണങ്ങളെ പറ്റി പറയുന്ന സമയത്ത് പല രീതിയിലുള്ള അല്ലെങ്കിൽ അതിൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകൾ ഇല്ല എന്നല്ല, പക്ഷേ ഫാബ്രിക്കേറ്റഡ് അല്ല അല്ലെങ്കിൽ കൃത്യമായി തെളിവുകൾ നിരത്തിയാൽ പോലും പലപ്പോഴും സ്ത്രീകൾക്കെതിരെ കുറേയധികം ഈ വിക്ടിം ബ്ലെയിമിംഗ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പോൾ ഒരു സിസ്റ്റർ തന്നെ താൻ ഈ പറഞ്ഞ സഭയ്ക്കകത്ത് തനിക്ക് നേരിട്ട പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ അവർക്കുണ്ടായ അവഗണനകളെ പറ്റിയിട്ട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അത്രയധികം പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് കൂടെ ആവില്ലേ ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് വരാത്തത്? ഈ പ്രശ്നങ്ങൾ അവർ ആരോടാണ് പറഞ്ഞത് എന്നുള്ളതാണ് കാര്യം. ഇപ്പോ ഈ സിസ്റ്ററിന്റെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ആ ചർച്ചിന്റെ അതോറിറ്റിയോടായിരിക്കും അവർ പോയി റിപ്പോർട്ട് ചെയ്തിരിക്കുക. അപ്പൊ ഇപ്പോ ഞാൻ അബാക് മീഡിയ ഒരു പശ്ചാത്തലം, ഞാൻ ഇങ്ങനെ വേറൊരു രീതിയിൽ അത് തെറ്റിദ്ധരിക്കരുത്. അബാക് മീഡിയ ഞാൻ ഒരു പശ്ചാത്തലത്തിലായിട്ട് എടുക്കാം. അബാക് മീഡിയക്കകത്ത് നടന്ന ഒരു പ്രശ്നത്തിനെ ഒരു സ്ത്രീ വന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അബാക് മീഡിയക്കകത്ത് തന്നെയുള്ള അഡ്മിനിസ്ട്രേഷനകത്ത് നിൽക്കുന്ന ആധികാരികതയിൽ നിൽക്കുന്ന വ്യക്തികളോടാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ അതിനകത്ത് തന്നെ ഒതുക്കി തീർക്കാനേ നമ്മൾ നോക്കത്തുള്ളൂ. ഇത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അബാക് മീഡിയ എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിന് ഒരു പേരുദോഷം ഉണ്ടാകും, അതിനകത്തുള്ള വ്യക്തികൾക്ക് പേരുദോഷം ഉണ്ടാകും. ആ ഗുഡ് വില്ല് നിലനിർത്തണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ പ്രശ്നത്തെ അതിനകത്ത് തന്നെ വെച്ച് ഒതുക്കി തീർക്കാനായിട്ട് ശ്രമിക്കും. ഇതുപോലെ തന്നെ ഈ സിസ്റ്റേഴ്സ് എല്ലാം പോയി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ ചർച്ചിന്റെ അതോറിറ്റിയോടാകുമ്പോൾ ആ ചർച്ചിന്റെ അതോറിറ്റീസ് ഇത് ഒരിക്കലും പുറത്തേക്ക് എസ്കലേറ്റ് ആകാത്ത രീതിയിൽ അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോ ഈ സഭയ്ക്കകത്തുണ്ടാവുന്ന പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ആണ് ഇത്തരത്തിലുള്ള അവഗണനകളൊക്കെ നേരിടുന്നത്. ഇപ്പോ ഈ കേസിൽ പുറത്തു നിന്നൊരു പ്രശ്നമാണ് അവർക്ക് നേരിട്ടിട്ടുള്ളത്. അപ്പോ അത്തരം ഒരു പ്രശ്നത്തിൽ സഭ ഇവരോടൊപ്പം നിൽക്കുമോ, അതോ അല്ലെങ്കിൽ ഇത്തരം കേസുകളുമായി ഒരു കന്യാസ്ത്രീ മുന്നോട്ട് പോകുന്നതിന്റെ ഈ പറയുന്ന നമ്മുടെ ഒരു വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു തടയിടുമോ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ഒരു സംശയം വരുന്നുണ്ട്. അതെ, ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഭയുടെ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ സഭയുടെ നിലപാട് പ്രസക്തമല്ല. കാരണം സഭ എപ്പോഴും ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് സഭ എപ്പോഴും അവരുടെ ഗുഡ് വില്ല് നിലനിർത്താനേ, അവരുടെ പേര് നിലനിർത്താൻ മാത്രമേ നോക്കത്തുള്ളൂ. ഒരു സിസ്റ്ററിനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്ത് അവരുടെ പ്രശ്നത്തെ റെക്ടിഫൈ ചെയ്യാനായിട്ട് ഒരിക്കലും ശ്രമിക്കാറില്ല. സോ ഇതിനെ ശരിയായിട്ടുള്ള രീതിയിൽ ഒരു നീതിന്യായ വ്യവസ്ഥയാണ് ഈ ഒരു വ്യക്തിക്ക് അതിന്റെ ജസ്റ്റിസ് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് പോലീസുണ്ട്, കോടതികളുണ്ട്. സോ അത്തരത്തിലുള്ള നമ്മുടെ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥ അവർക്ക് ജസ്റ്റിസ് കൊടുക്കണം. സഭ എപ്പോഴും സഭയുടെ നിലപാട് ഇത്തരത്തിൽ സഭയുടെ പേരിന് കളങ്കമില്ലാത്ത രീതിയിൽ ഇതിനെങ്ങനെ തേച്ചു മാച്ച് കളയാമെന്ന് മാത്രമേ നോക്കത്തുള്ളൂ. അത് ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനും അങ്ങനെ തന്നെയാണ്. ആ രീതിയിൽ തന്നെ സഭയും മുമ്പോട്ട് പോകത്തുള്ളൂ.
ഉറപ്പായിട്ടും. അതിനപ്പുറത്തേക്കും എനിക്ക് ഈ ഒരു കേസ് കേട്ട സമയത്ത് തോന്നിയൊരു കാര്യമാണ്. പൊതുവെ നമ്മള് കന്യാസ്ത്രീയെ പുറത്തു നിന്നൊരാൾ കയറി പിടിച്ചു അല്ലെങ്കിൽ അങ്ങനെ ഒരു വാർത്തകളൊക്കെ അത്യപൂർവങ്ങളായിട്ട് മാത്രമേ നമ്മൾ കേൾക്കാറുള്ളൂ. പൊതുവെ ഈ പറയുന്ന അതിക്രമണങ്ങളുടെയൊക്കെ സാഹചര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ വ്യത്യസ്തപരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ദൈവത്തിന്റെ മാലാഖ എന്ന് വിളിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ ക്രൈസ്തവ അല്ലെങ്കിൽ ഇത്തരം വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഒരു ലൈംഗികപരമായിട്ടുള്ള അതിക്രമണങ്ങൾ നേരിടുന്ന സമയത്ത് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്രയധികം ലൈംഗിക അല്ലെങ്കിൽ ദാരിദ്ര്യം ഇവിടെ ആൾക്കാർക്കുണ്ടോ എന്നൊരു സംശയം നമുക്ക് വരില്ലേ? ഈ സഭയ്ക്കകത്ത് ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പുറത്തു നിൽക്കുന്ന ആൾക്കാരാ വീക്ഷിക്കുന്നത്. സഭയ്ക്കകത്ത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. സഭയ്ക്കകത്ത് ഇത് നിത്യമായി നടക്കുന്ന സംഭവങ്ങളാണ്. പക്ഷെ പുറത്തു വരുന്നത് അതിനകത്ത് 1-2% മാത്രമേ ഉള്ളൂ. അതും ഗത്യന്തരമില്ലാതെ വരുമ്പോഴാണ് ഇവർ പുറത്തേക്ക് പറയാനായിട്ട് ഒരു ആർജവം കാണിക്കുന്നത്. അതൊരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ വിചാരിക്കരുത് ശാരീരികമായിട്ടുള്ള അതിക്രമങ്ങൾ മാത്രമാണ് സഭയ്ക്കകത്ത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓർഗനൈസേഷനകത്ത് നടക്കുന്നതെന്ന് വിചാരിക്കരുത്. ശാരീരികമായിട്ടുള്ള ആ ഒരു മുതലെടുപ്പിനേക്കാൾ ഏറ്റവും തീവ്രമാണ് മാനസികമായ പീഡനം എന്ന് പറയുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഒരു കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ, എനിക്ക് തോന്നുന്നു ഹാർഡ്ലി ഒരു 5 or 6 days ആയിട്ടുണ്ട്. ഞാൻ ഒരു ചാരിറ്റി പ്രോഗ്രാമുമായിട്ട് കുറച്ച് ആൾക്കാരുമായിട്ട് ഞാനൊരു യാത്ര പോയി. ഡ്രൈവ് ചെയ്തത് ഞാനാണ്. ഒരു ടാറ്റാ സുമയ്ക്കകത്താ പോയെ. അപ്പൊ അതിനകത്ത് 2 കന്യാസ്ത്രീമാരുണ്ട്, എന്റെ കൂടെ ഇതിന്റെ കോർഡിനേറ്റർ ഉണ്ട്, അദ്ദേഹത്തിന്റെ വൈഫുണ്ട്, ഞാനുണ്ട്. അങ്ങനെ 5-6 പേര് ഒരു വണ്ടിക്കകത്ത് പോവുക. അപ്പോ എല്ലാവരുടെയും സമ്മതത്തോടു കൂടെ ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ട് അത് ഫേസ്ബുക്കിനകത്ത് ഒരു മിഷൻ ട്രിപ്പിന്റെ ഭാഗമായി ഞങ്ങൾ പോവുകയാണെന്നുള്ളൊരു ഫോട്ടോ ഇട്ടു. അപ്പൊ ഞാൻ ഇന്ന് കൂടുതലും ചർച്ചിന്റെ തിന്മകൾക്കെതിരെ സംസാരിക്കുന്നത് കൊണ്ട് ഈ ഫോട്ടോ ഫേസ്ബുക്കിൽ വന്ന അപ്പൊ തന്നെ ഈ സിസ്റ്റേഴ്സിനെ വിളിച്ചിട്ട് ചർച്ചിന്റെ അതോറിറ്റീസ് വളരെ മോശമായിട്ട് താക്കീത് നൽകി. ഇങ്ങനെ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വരാൻ പാടില്ല. എത്രയും പെട്ടെന്ന് ഈ മനോജ് എന്ന് പറയുന്ന വ്യക്തിയെ വിളിച്ചത് ഫേസ്ബുക്കിനകത്തുനിന്ന് ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ വേറെ നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ ആ സിസ്റ്റേഴ്സിനെ മുകളിൽ നിന്നുള്ള അധികാരികൾ ശകാരിച്ചു. അവരെന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്തു. സോ ശാരീരികമായിട്ടുള്ള പീഡനത്തിനേക്കാൾ അനുഭവിക്കുന്നത് മാനസികമായിട്ടുള്ള പീഡനമാണ്. അപ്പൊ ഇത് ഒരു ചർച്ച് ഓർഗനൈസേഷന്റെ അകത്തായതുകൊണ്ട് പലപ്പോഴും ഇത് പുറത്ത് പറയാതെ അവര് സഹിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ കീഴെയാണല്ലോ ഈ ഓർഗനൈസേഷൻ നിലനിൽക്കുന്നത്, ആ ഒരു ബ്രാൻഡിന്റെ കീഴെയാണല്ലോ നിലനിൽക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ഗുഡ്വില്ലിനെ ഇല്ലാതാക്കണ്ട എന്ന് പറഞ്ഞാണ് പലപ്പോഴും ഇവർ ഈ മാനസിക പീഡനവും ശാരീരിക പീഡനവും സഹിക്കുന്നത്. പക്ഷെ എന്റെ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള വ്യക്തികൾ ഇത് സഹിക്കേണ്ട ആവശ്യമില്ല. സഹിച്ചു കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവർക്കും കൂടെ പിന്നീട് ഭവിഷ്യത്തായിട്ടുള്ള മാറുന്ന രീതിയിൽ ഈ ഓർഗനൈസേഷൻ അതിനെ മുതലെടുക്കും. അതുകൊണ്ട് എന്തെങ്കിലും മാനസികമായിട്ടോ ശാരീരികമായിട്ടോ അതിനകത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെങ്കിൽ അത് അപ്പോൾ തന്നെ നീതിന്യായ വ്യവസ്ഥയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭരണ വ്യവസ്ഥയുടെ സപ്പോർട്ടോടുകൂടെ അത്തരത്തിൽ നീതിക്ക് വേണ്ടിയിട്ട് അവർ പുറത്തേക്ക് വരണമെന്ന് തന്നെയാണ് എൻ്റെ അഡ്വൈസ്. എന്തായാലും ചങ്ങനാശ്ശേരിയിൽ ഉണ്ടായ അല്ലെങ്കിൽ ആ ഒരു കന്യാസ്ത്രീക്ക് ഏറ്റ അതിക്രമണത്തോട് നമുക്കും വളരെയധികം വിഷമമുണ്ട്. സഭ അവരോട് കൂടെ നിൽക്കുമെന്നും കൃത്യമായിട്ടുള്ള ഒരു നടപടി എടുക്കുമെന്നും തന്നെയാണ് നമ്മളും വിശ്വസിക്കുന്നത്. ഇത്രയും നേരം നമ്മളോടൊപ്പം ചേർന്ന ഡോക്ടർ ഫാദർ മനോജിന് വളരെയധികം നന്ദി.